നടൻ ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയല്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ദിലീപ് ശങ്കർ മുറിയിൽ തലയിടിച്ചാണ് വീണതെന്നും ഇതുമൂലമുണ്ടായ ആന്തരിക രക്തസ്രാവം മരണത്തിലേക്ക് നയിച്ചതാകാം എന്നുമാണ് പോലീസ് സംശയം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർന്ന് നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസമാണ് നടൻ ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം മുൻപാണ് ദിലീപ് ഹോട്ടലിൽ മുറിയെടുത്തത്. എന്നാൽ മുറി വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് വിവരം. സാധാരണ ഹോട്ടൽ റെസ്റ്റോറന്റിലാണ് ദിലീപ് ആഹാരം കഴിക്കാനായി എത്തുന്നത്. എന്നാൽ റെസ്റ്റോറന്റിലേക്കും 2-3 ദിവസമായി താരത്തെ കാണാനില്ല. അതിനാൽ തന്നെ സീരിയലിന്റെ ഷൂട്ടിംഗ് തിരക്കുകളുമായി ബന്ധപ്പെട്ടായിരിക്കാം താരം എത്താത്തത് എന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ. മുറിയിൽ തലയിടിച്ചു വീണതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാകാം മരണത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഹോട്ടൽ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. എറണാകുളം സ്വദേശിയായ ദിലീപ് ശങ്കർ സീരിയൽ ഷൂട്ടിങ്ങിനായിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ഷൂട്ടിങ്ങിന് 2 ദിവസം ഇടവേള ഉണ്ടായിരുന്നുവെന്നും തങ്ങളിൽ പലരും വിളിച്ചിട്ടും ദിലീപ് ശങ്കർ ഫോൺ എടുത്തിരുന്നില്ല എന്നും സീരിയൽ സംവിധായകൻ ഉൾപ്പെടെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർന്ന് നടപടികൾ സ്വീകരിക്കും. ഹോട്ടൽ മുറിയിൽ 2 ദിവസം പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു നടൻ ദിലീപ് ശങ്കറിന്റെ മൃതദേഹം. സീരിയലിലൂടെയെല്ലാം നമ്മൾ കണ്ട കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മുന്നിൽ നിറഞ്ഞ ആ മനുഷ്യന് എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും ഇന്നലെ മുതൽ ചോദിക്കുന്നത്. എന്താണ് ദിലീപ് ശങ്കറിന് സംഭവിച്ചത്? കാരണം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ യാതൊരു കുഴപ്പവുമില്ലാത്ത നല്ലൊരു അഭിനേതാവ് തന്നെയാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ ആരും കരുതിയ പോലെയല്ല. സ്ക്രീനിന് പുറത്തും സ്ക്രീനിനുള്ളിലും ഉള്ള ജീവിതങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് എന്ന് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് നടൻ ദിലീപ് ശങ്കറിന്റെ മരണം എന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെത് ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു. 2 മക്കളാണ്. ഭാര്യ സുമയ്ക്ക് ബിസിനസ് ഉണ്ട്. ദോശമാവ്, ചപ്പാത്തി മാവ് തുടങ്ങി ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ബിസിനസ് ഇദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട്. അത് നോക്കി നടത്തുന്നത് ഭാര്യയാണ്. ഭാര്യയുമൊത്ത് ഇണക്കുരുവികളെ പോലെയുള്ള ജീവിതം, മക്കളോടൊപ്പം സുഹൃത്തുക്കളെ പോലെ സന്തോഷകരമായ ജീവിതം. ഇതിടയ്ക്ക് ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം നോൺ വെജിറ്റേറിയൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി, വെജായി, മദ്യപാനം നിർത്തി. ഇതിനെല്ലാം പിന്നിൽ കരൾ രോഗമായിരുന്നു. വളരെ പ്രതീക്ഷയോടെ വളരെ മികച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു പണ്ട് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന് പിന്നീട് ജീവിതത്തിൽ എവിടെയാണ് താളപ്പിഴകൾ സംഭവിച്ചത്? മദ്യപാനം ശീലമായതോടെ കരൾ രോഗം വില്ലനായെത്തി. ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്നത് ഒരു ശ്രമകരമായ സംഭവം തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. ഒരു അസാമാന്യ നടനായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന് തൻ്റെ ജീവിതവും തൻ്റെ കരിയറും ഒന്നും നോക്കാൻ ശ്രദ്ധിച്ചില്ല. ഒന്നും ഗൗരവമായി എടുക്കാത്ത ഒരു പ്രകൃതക്കാരനായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത്. ഇതൊരു ആത്മഹത്യയാണ് എന്ന തരത്തിലാണ് ആദ്യ വാർത്തകൾ എത്തിയത്. എന്നാൽ പിന്നീട് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നൊരു വിവരങ്ങളും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ മുറിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെത് ഒരു ആത്മഹത്യയല്ല, സ്വാഭാവിക മരണം തന്നെയാണ് എന്ന സൂചനകൾ നൽകുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്.